കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട. എല്ലാവിധ സ്പോർട്സ് ഇഞ്ചുറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട്. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നിയർ കൈരളി തിയേറ്റർ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. പ്രവാസി വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ പിടിയിലായത് മുൻ ജീവനക്കാരനുൾപ്പെടെ 6 പേർ. കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിലെടുത്ത 8 പേരെ കൂടാതെയാണ് ഇന്ന് കൊല്ലത്ത് വെച്ച് 6 പേർ പിടിയിലായിട്ടുള്ളത്. ഷമീറിന്റെ മുൻ ജീവനക്കാരനായ ഹംഷീറിന് ഷമീറിനോടുണ്ടായ വൈരാഗ്യമാണ് തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെന്നാണ് സൂചന. ചൊവ്വാഴ്ച രാത്രി 8 മണിയോടെ പാണ്ടിക്കാട്ടെ വീടിന് സമീപത്തു നിന്നും തട്ടിക്കൊണ്ടുപോയ ഷമീറിനെ ഇന്ന് രാവിലെ കൊല്ലത്ത് നിന്നാണ് പോലീസ് കണ്ടെത്തി മോചിപ്പിച്ചത്. മലപ്പുറത്ത് നിന്നുള്ള അന്വേഷണ സംഘവും കൊല്ലം റൂറൽ ഡാൻസ് ഓഫ് സംഘവും ചേർന്നാണ് കൊല്ലം അഞ്ചൽ കുരുവിക്കോണത്ത് വെച്ച് സംഘത്തെ പിടികൂടിയത്. ചാവക്കാട് മണത്തല പണിക്ക വീട്ടിൽ ഹംഷീർ, പൊന്നാനി വെളിയങ്കോട് കരിമ്പുല്ലു ബീവിപ്പടി കിഴക്കകത്ത് വീട്ടിൽ അഫ്സൽ, ചാവക്കാട് തെരുവത്ത് വെളിയങ്കോട് വീട്ടിൽ മുസ്തഫ എന്ന ഫയാസ്, ചാവക്കാട് പുത്തൻകടപ്പുറം പുതുവീട്ടിൽ ഷംസീർ, കൊല്ലം കൊട്ടാരക്കര ചക്കുവരയ്ക്കൽ നായിഫ് മൻസിൽ മുഹമ്മദ് നായിഫ്, കൊല്ലം കൊട്ടാരക്കര വെട്ടിക്കവല മൊട്ടയ്ക്കൽ ചാരുവിള വീട്ടിൽ ഷഹീർ എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. ഇവരെ പാണ്ടിക്കാട് എത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തും. ഇവരെ കൂടാതെ തട്ടിക്കൊണ്ടുപോകാൻ സഹായം നൽകിയ 8ഓളം പേരെ ഇന്നലെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഷമീറിന്റെ ജീവനക്കാരനായിരുന്ന 1-ാം പ്രതി ഹംഷീറിനെ ജോലിയിൽ നിന്നും മുൻപ് പിരിച്ചുവിട്ടിരുന്നു. ഇതുൾപ്പെടെയുള്ള വൈരാഗ്യമാണ് തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെന്നാണ് പോലീസ് നൽകുന്ന സൂചന. തമിഴ്നാട് ഭാഗത്തേക്കാണ് ഷമീറിനെ സംഘം കൊണ്ടുപോയിരുന്നത്. പ്രതികൾ വാഹനങ്ങൾ മാറി മാറി ഉപയോഗിച്ചിരുന്നു. CCTV ദൃശ്യങ്ങളും വാഹനം വാടകയ്ക്ക് നൽകിയവരെ ചോദ്യം ചെയ്തതുമാണ് അന്വേഷണത്തിൽ നിർണായകമായതെന്ന് ജില്ലാ പോലീസ് മേധാവി R. വിശ്വനാഥ് പറഞ്ഞു. ഒരു തമിഴ്നാടിലേക്ക് കടക്കുന്ന ഭാഗത്തെ കൊല്ലം ജില്ലയിൽ കൊല്ലം റൂറൽ പോലീസ് ജില്ലയിൽ കൊല്ലം റൂറൽ പോലീസിൻ്റെയും നമ്മുടെ മലപ്പുറം പോലീസിൻ്റെയും ജോയിൻ്റ് ആയിട്ടുള്ള ഓപ്പറേഷനിൽ ഇവരെ ഇന്റർസെപ്റ്റ് ചെയ്യാനും അങ്ങനെ വിക്ടിമിനെ സേഫായിട്ട് പ്രതികളെ പുതുമുടക്കി തിരിച്ചു കൊണ്ടുവരുന്ന നടപടി നടന്നില്ല. ഇതിൽ ഏതാണ്ട് 36 മണിക്കൂറോളം എക്സ്ട്രീംലി ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു പ്രോസസ്സായിരുന്നു ഈ ഡിറ്റക്ഷൻ എന്ന് പറയുന്നത്. പ്രതികൾ കൂടുതൽ പേർ തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് ഭാഗത്തുള്ളവരാണ്. അവർ ചിലർക്ക് ക്രിമിനൽ ആൻറ്റിസിഡൻസ് ഉണ്ട്. ഒരാൾ സ്പെസിഫിക്കലി ഈ പ്രവാസിയായിട്ടുള്ള വ്യവസായിയുടെ മുൻ സ്റ്റാഫാണ്. ഗൾഫിൽ അദ്ദേഹം ജോലി ചെയ്തിരുന്നുണ്ട്, മുൻ സ്റ്റാഫ് കൂടിയാണ്. ഇതിൽ മറ്റുള്ള ആൾക്കാർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത്, വേറെ രീതിയിലുള്ള ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ടോ എന്നുള്ളതെല്ലാം അന്വേഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ ഈ സമയത്ത് വിക്ടിം സെക്യൂറാണ്. വിക്ടിമായിട്ട് ഞാൻ നേരിട്ട് സംസാരിച്ചു. ഹീസ് ഓൾ റൈറ്റ്. അദ്ദേഹത്തിന് മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുകൾ നിലവിലില്ല. എന്ത് തന്നെയാണെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് ഫാമിലിയോട് ഒപ്പം എത്തിക്കുന്നു. പറയുന്ന ഡിസ്ഗ്രണ്ടൽഡ് എംപ്ലോയി, അതായത് ഇദ്ദേഹത്തിൻ്റെ സ്റ്റാഫ് പേഴ്സണൽ ഇഷ്യൂസ് ഇദ്ദേഹമായിട്ട് തിരിച്ചുവിടപ്പെട്ട ഒരു വ്യക്തിയാണെന്നാണ് വിക്ടിമിൻ്റെ വൈഫിൻ്റെ നിന്ന് കിട്ടിയ നമുക്ക് കിട്ടിയത്. അയാളിൽ നിന്ന് മനസ്സിലാവുന്നത് അയാളെ ആ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാനും അതിനെ തുടർന്നുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കാനുള്ള കാര്യത്തിൽ കിട്ടുള്ളൊരു ഭീഷണിയും മറ്റൊരു തന്നെ ഉയർത്തിയായിട്ടുള്ളൊരു ആസ്പെക്റ്റ് അവിടെ നിൽക്കുന്നത്. ഇത് കൂടാതെ തന്നെ 50ലധികം വ്യവസായ സംരംഭങ്ങൾ അവിടെയുള്ള വിവിധ പാർട്ട്നേഴ്സും ഒക്കെ ബിസിനസ്സുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ അവിടുത്തെ ഏതെങ്കിലും സാമ്പത്തിക ഡീലുകളുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൽ അവരിൽ പങ്കെടുത്തോ എന്നുള്ളത് നമ്മൾ അന്വേഷിച്ചു വരികയാണ്. നിലവിൽ ഷമീറിന് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. ദുബായിൽ സംരംഭങ്ങളുള്ള ഷമീർ ഈ മാസം 4-നാണ് നാട്ടിലെത്തിയിരുന്നത്. ഈസ്റ്റ് ലൈവ്, പാണ്ടിക്കാട്.